ജീവനക്കാർക്ക് മുന്നിൽ കണ്ണടച്ച് കേന്ദ്ര സർക്കാർ DA ലയനത്തിനും ഉയർന്ന ഫിറ്റ്മെന്റ് ഘടകം നൽകുന്നതിനുമുള്ള ആവശ്യങ്ങൾ ജീവനക്കാരുടെ യൂണിയനുകൾ ആവർത്തിക്കുകയാണ്. എന്നാൽ DA അടിസ്ഥാന ശമ്പളവുമായി ലയിപ്പിക്കുന്നതിനുള്ള ഒരു നിർദ്ദേശവും നിലവിൽ പരിഗണനയിലില്ലെന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ വർഷം നവംബർ 3 വിജ്ഞാപനത്തിലൂടെയാണ് ഇന്ത്യ ഗവൺമെന്റ് ഔപചാരികമായി 8ാം ശമ്പള കമ്മീഷൻ രൂപീകരിച്ചത്. കമ്മീഷൻ നിലവിൽ ചർച്ചാഘട്ടത്തിലാണ് മുന്നോട്ടു പോകുന്നത്. പങ്കാളികളിൽ നിന്ന് നിർദ്ദേശങ്ങളും ശേഖരിക്കുന്നുണ്ട്. ഈ വർഷം ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന 2% ഡിയർനസ് അലവൻസും ഡിയർനസ് റിലീഫും കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ചിട്ടുണ്ട്. DA നിരക്ക് അടിസ്ഥാന ശമ്പളത്തിന്റെയോ പെൻഷന്റെയോ 58% നിന്ന് 60% വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും പുതിയ അറിയിപ്പ് പ്രകാരം DA ലയനത്തിനും ഉയർന്ന ഫിറ്റ്മെന്റ് ഘടകം നൽകുന്നതിനുമുള്ള ആവശ്യങ്ങൾ ജീവനക്കാരുടെ യൂണിയനുകൾ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നുണ്ട്. എന്നിരുന്നാലും DA അടിസ്ഥാന ശമ്പളവുമായി ലയിപ്പിക്കുന്നതിനുള്ള ഒരു നിർദ്ദേശവും നിലവിൽ പരിഗണനയിലില്ല എന്നുള്ളതാണ് സർക്കാർ വൃത്തം വ്യക്തമാക്കിയത്. അതേസമയം കമ്മീഷന്റെ സംസ്ഥാനതല കൺസൾട്ടേഷൻ ഷെഡ്യൂളിൽ ഉത്തർപ്രദേശിലെ ലക്നൌവിൽ നടക്കാനിരുന്ന പങ്കാളി യോഗങ്ങളും ഉൾപ്പെടുന്നുണ്ട്. 8ാം ശമ്പള കമ്മീഷൻ പ്രകാരം ഉയർന്ന ഗ്രാറ്റുവിറ്റി പരിധി, മെച്ചപ്പെട്ട പെൻഷൻ കമ്മ്യൂട്ടേഷൻ നിയമങ്ങൾ, മെച്ചപ്പെട്ട വിരമിക്കൽ ആനുകൂല്യങ്ങൾ എന്നിവ പെൻഷനർ അസോസിയേഷനുകൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്നാൽ ഈ നിർദ്ദേശങ്ങളും പരിഗണനയിലാണ്. 90 വയസ്സാകുമ്പോഴേക്കും 100% ശമ്പളം മാറ്റിസ്ഥാപിക്കുക എന്ന ഒരു പുരോഗമനപരമായ പ്രായപരിധിയിലുള്ള സ്കെയിലിനൊപ്പം അവസാന ശമ്പളത്തിന്റെ 67% കുറഞ്ഞ പെൻഷൻ സ്ഥാപിക്കുന്നതുൾപ്പെടെ ഒരു പ്രധാന പെൻഷൻ പരിഷ്കരണ നിർദ്ദേശത്തിന് ഇപ്പോൾ കേന്ദ്ര ചർച്ചകൾ വളരെയധികം മുൻഗണനയും നൽകുന്നുണ്ട്. അതേസമയം റെയിൽവേ സീനിയർ സിറ്റിസൺസ് വെൽഫെയർ സൊസൈറ്റി 8ാം ശമ്പള കമ്മീഷന് ഒരു മെമ്മോറാണ്ടം സമർപ്പിച്ചിട്ടുണ്ട്. വാർഷിക ഇൻക്രിമെന്റ് നിരക്ക് 3% നിന്ന് 5% വർദ്ധിപ്പിക്കാനും പെൻഷൻ കമ്മ്യൂട്ടേഷൻ പുനഃസ്ഥാപന കാലയളവ് 15 വർഷത്തിൽ നിന്ന് 10 മുതൽ 12 വർഷമായി കുറയ്ക്കാനും 2026 ജനുവരി 1 വില സൂചിക ഉപയോഗിച്ച് ഏറ്റവും കുറഞ്ഞ വേതനം നിർണ്ണയിക്കുക എന്നിവയൊക്കെയാണ് പ്രധാന ആവശ്യങ്ങളായി ഉന്നയിക്കുന്നത്. എന്തായാലും ജീവനക്കാരുടെ ഫെഡറേഷനുകൾ, യൂണിയനുകൾ, സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്ന് ശമ്പള പരിഷ്കരണ നിർദ്ദേശങ്ങൾ, അലവൻസ് ശുപാർശകൾ, പെൻഷൻ സംബന്ധമായ ആവശ്യങ്ങൾ എന്നിവ ശേഖരിക്കുന്നതിനായാണ് 8ാം കേന്ദ്ര ശമ്പള കമ്മീഷൻ ഇന്ത്യയിലുടനീളം പ്രാദേശിക കൺസൾട്ടേഷൻ മീറ്റിംഗുകൾ ആരംഭിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.